ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ ഡൽഹിയിലെത്തി ഫ്രണ്ട്സ്. ഡൽഹിയിലെത്തി. കുറേ നാളത്തായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഡൽഹി ഒന്ന് കാണണമെന്നുള്ളതും. ഇവിടുത്തെ കുറേ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലാദ്യത്തേതായിരുന്നു ഇന്ത്യ ഗേറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഇന്ത്യ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ ഞാൻ എത്തി. എൻ്റെ നേരെ ബാക്കിലാണ് ഗൈസ് ഇന്ത്യ ഗേറ്റ് കാണുന്നത്. ഞാൻ നോക്കൂ, ഇപ്പം നല്ലൊരു ക്ലൈമറ്റ് ആട്ടോ, നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ഇതിപ്പോൾ സമയം ഏകദേശം ഒരു 4-4:30 ആയിരിക്കും. നല്ലൊരു വൈബാണ് ഇവിടെ വന്നിട്ട്. ഇന്ത്യ ഗേറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ ഗൈസ്, ഇന്ത്യ ഗേറ്റ് എന്ന് പറയുന്നത് വെറുതെ ഒരു ഗേറ്റ് അല്ല, ഇത് കുറേ സോൾജിയേഴ്സിൻ്റെയൊക്കെ ആ ഒരു സ്മരണയ്ക്കായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്മാരകമാണിത്. ഇവിടെ അത്രയ്ക്കും ഇമ്പോർട്ടൻസ് ഉള്ളൊരു സ്ഥലമാണ്. ഇത് നൈറ്റ് കാണാൻ ഇതിലും ബ്യൂട്ടിഫുള്ളാണ് തോന്നുന്നത്. നൈറ്റിലാണെങ്കിൽ കുറേ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് കണ്ടേക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് ചെടികളും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. പല വെറൈറ്റി ചെടി, ഭയങ്കര കളർഫുള്ളുമാണ്. അതുപോലെ തന്നെ ഇവിടെ നന്നായി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെന്താ പറയുക, എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമായിരിക്കും. അപ്പോൾ എല്ലാവരും വന്ന് കാണണം. അപ്പോൾ നമുക്ക് ഇന്ത്യ ഗേറ്റിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഹായ് ഗായ്സ്, ഞങ്ങൾ പുറകിൽ ഇന്ത്യ ഗേറ്റ്. ഇവിടെ നല്ല ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് വന്ദേ മാതരം എന്നൊക്കെ പറഞ്ഞ് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. വാ, The dead of the Indian armies who fell are all. ചാടാ. റെഡി, 1 2 3. റെഡി, 1 2 3. ഞാൻ ചാടാ. 1 2 3. വീഡിയോ എടുത്ത്. ഓ, എന്തൊരു ഭംഗിയടാ. ഇവിടെ നോക്കിക്കട. ഇതാരാ ചേച്ചി? അല്ല, ഇതാരാ? സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ് അല്ലേ? സുഭാഷ് ചന്ദ്രബോസ്, നേതാജി സുഭാഷ് ചന്ദ്രബോസ്. സല്യൂട്ട് അടിക്കാച്ചി. ഇങ്ങനെ അടിക്കേ. ഈ സാധനം മാറ്റിക്കോട്ടെ. അറ്റൻഷൻ. എന്തൊരു ഭംഗിയാണോ ഇത് കാണാനായിട്ട്. ഭയങ്കര നല്ല രസമുള്ള പൂക്കളല്ലേ, ഭയങ്കര വെറൈറ്റി. അടിപൊളി സ്ഥലമാണ്. ഇത് വെയിലും അധികം ഇല്ല, മഞ്ഞുണ്ട്. നിങ്ങളിത് കണ്ടോ ഗൈസ്? ഈ കാഴ്ചയെക്കുറിച്ച് പറയാൻ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വാക്കുകളില്ല. പക്ഷെ ഇത് കാണുമ്പോഴുള്ള ആ ഒരു സന്തോഷം എന്ന് പറയണതില്ലേ, അത് പറഞ്ഞറിയിക്കാനും പറ്റണില്ല.
ഈ സൂര്യാസ്തമയത്തിൻ്റെ ഈ വെളിച്ചവും പിന്നെ ഈ സ്ഥലത്തിൻ്റെ ഭംഗിയും ഒക്കെ കൂടി ചേർന്നാൽ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് കേട്ടോ. കാഴ്ചകൾ മാത്രമല്ല, ഈ ഫീല് തന്നെയാണ് നമ്മുടെ യാത്രയെ എപ്പോഴും സ്പെഷ്യലാക്കുന്നത്. ഇത് ഇവിടുത്തെ പൂക്കളെല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ, പറയാണ്ടിരിക്കാൻ പറ്റണില്ല. ഭയങ്കര ബ്രൈറ്റ് കളേഴ്സൊക്കെയാണ് എല്ലാം. ഓരോ ചെടിയും ഇവർ വളരെ നീറ്റായിട്ടാട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വളരെ നൈസ് വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ. ഇവിടുത്തെ ആ അറേഞ്ച്മെൻറ്റ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇവർ എത്ര കെയർ എടുത്തിട്ടാണ് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യണതെന്ന്. സോ ബ്യൂട്ടിഫുൾ, ഒന്നും പറയാനില്ല. പുതുതായിട്ട് റീഫർബിഷ്മെന്റ് നടത്തിയല്ലോ, അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഹിസ്റ്ററിനെ കുറിച്ചൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതായത് നെയിം ഓഫ് എ ന്യൂ ക്യാപിറ്റൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ ഹിസ്റ്ററിയൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഷെയ്ക്കാൻ്റെ കൊടുക്കടാ. ഇല്ലടാ നല്ല ക്രൗഡഡ് ആണ് കേട്ടോ. ഇപ്പോൾ ഈ ടൈമിൽ നല്ല ക്രൗഡഡ് ആണ്. കുറേ ഷോപ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. പക്ഷെ ഞങ്ങളൊന്നും കഴിക്കുന്നില്ല. കഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും. അപ്പോൾ ഞങ്ങൾ ഇന്ത്യ ഗേറ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇനി അടുത്ത ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് റെഡ് ഫോർട്ടാണ്. അപ്പോൾ ഇത്തിരി ലേറ്റായി, നല്ല ബ്ലോക്കും ഉണ്ട്, റോഡിൽ നല്ല ബ്ലോക്കാണ്. അപ്പോൾ എങ്ങനെയാണ് ഇനി അവിടുത്തെ റെഡ് ഫോർട്ടിലെ ടൈമിങ് എങ്ങനെയൊക്കെയാണെന്ന് അറിയില്ല. അപ്പോൾ ഇനി റെഡ് ഫോർട്ടിലെ കാഴ്ചകളുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കാഴ്ചകൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി റെഡ് ഫോർട്ടിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.